ഹേ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നും ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ്. ഇന്ന് നമ്മുടെ ഗൗണിൻ്റെ ട്രയലും ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, അതിൻ്റെ കൂടെ ടെൻഷനും ഉണ്ട് എങ്ങനെ വരും എന്നുള്ളത്. നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ പതിവ് പോലെ തന്നെ ബസ് മിസ്സായി. ഞാൻ അടുത്ത ബസ്സും പിടിച്ച് പോത്തീസിലോട്ട് പോവുകയാണ്. അവർ രണ്ടുപേരും, അമൃതയും നന്ദുവും അവിടെ ഉണ്ടാവും. അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തെടുത്ത് തന്നെയാണ് അവൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നത് ഗൗൺ. എൻ്റെ ഗൗണിൻ്റെ ഫസ്റ്റ് ട്രയലൊക്കെ കഴിഞ്ഞിട്ട് അവൾക്കൊരു ബ്ലൗസ് പീസ് വാങ്ങണമായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കുവാണ്. ഏതാണ്ട് ഓടിച്ചൊക്കെ നോക്കിയപ്പം അത്ര പെർഫെക്റ്റായിട്ട് കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും മേളിൽ പോയി ഗൗണിൻ്റെ മെറ്റീരിയൽ എടുക്കാമെന്ന്. അങ്ങനെ നമ്മൾ മേളിൽ പോകുമ്പോൾ ഇങ്ങനെ ഒത്തിരി കളറുണ്ട്. പേസ്റ്റൽ ഷെയ്ഡ് തന്നെയായിരുന്നു ഞങ്ങളുടെ മൈൻഡിലുണ്ടായിരുന്നത്. അങ്ങനെ ഫസ്റ്റ് നമുക്ക് 2 ഷെയ്ഡ് കിട്ടി. എന്നിട്ട് നന്ദു അവിടെ ഇരുന്ന് വെറൈറ്റി എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ പറഞ്ഞിങ്ങനെ നോക്കുകയാണ്. അതിനിടയിൽ വേറൊരു മെറ്റീരിയൽ നമുക്ക് ഇഷ്ടമായെങ്കിൽ അതിൽ നിറയെ ഇങ്ങനെ ഗ്ലിറ്റർ ഇങ്ങനെ ഇളകി വരണുണ്ടായിരുന്നു. അങ്ങനെ നമ്മളതൊന്ന് മാറ്റി വെച്ചിട്ട് വേറെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഒരു പേസ്റ്റലായിട്ടുള്ള ഭയങ്കര ലൈറ്റായിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിന് മാച്ചായിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് യോക്കിൻ്റെ പോർഷനിലുള്ള മെറ്റീരിയൽ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ അവൾക്ക് വച്ച് നോക്കുകയാണ്. അപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞങ്ങളുടെ രണ്ടുപേരും ഇഷ്ടമൊക്കെ കണ്ടപ്പോൾ അവളും ഓക്കെ ആയി. അവൾക്ക് നന്നായിട്ട് ഇഷ്ടമായി. അങ്ങനെ അയാൾ അവിടെ നിന്ന് ചേട്ടൻ നമുക്കത് നമ്മുടെ സ്റ്റിച്ചിങ് സെൻറ്ററിൽ പറഞ്ഞ സെയിം അളവിൽ നമുക്ക് ആ മെറ്റീരിയൽ, താഴത്തെ സ്കേർട്ട് പോർഷൻ്റെ മെറ്റീരിയലും യോക്കിൻ്റെ മെറ്റീരിയലും ലൈനിങ്ങും ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് തന്നു. ഭാഗ്യത്തിന് എല്ലാം പക്കാ കളേഴ്സ് നമുക്ക് കിട്ടി. ഒരു ഭയങ്കരമായിട്ട് വേറൊരിടത്തും പോകേണ്ടി വന്നില്ല. അലച്ചിലായിട്ട് നമുക്ക് ഭാഗ്യത്തിനെല്ലാം അവിടെ നിന്ന് തന്നെ കിട്ടി. അതിനുശേഷം നമ്മളത് ബില്ല് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുവാണ്. അവിടെ നിന്ന് ഇറങ്ങി നമുക്കത് വീണ്ടും സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം. അതായിരുന്നു അടുത്ത ടാസ്ക്. അപ്പം നന്ദു അവിടെ നിന്നെല്ലാം ബില്ല് ചെയ്ത് വാങ്ങിക്കുന്നത് കാഴ്ചയായിരുന്നു കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ താഴെ വന്നിട്ട് ആ ബ്ലൗസിൻ്റെ മെറ്റീരിയൽ നമ്മൾ ആദ്യം നോക്കി വെച്ചത് തന്നെയാണ് വാങ്ങിയത്. അത് നമ്മൾ നോക്കിയിട്ട് പോയത് കൊണ്ട് നമുക്ക് പക്ക കളർ തന്നെ കിട്ടി. പിന്നെ അതിൻ്റെ ലൈനിങ് നമ്മൾ അവിടെ നിന്ന് തന്നെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോയി. വീട്ടിലോട്ടല്ല, നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്കും പിന്നെയാണ് നമ്മൾ മെറ്റീരിയൽ എടുത്ത് കൊടുത്തതിന് ശേഷമാണ് പുള്ളി അളവൊക്കെ എടുത്തത്. നമുക്ക് ഇവൾക്കുള്ള ഡ്രസ്സ് കിട്ടി. ഭയങ്കര നല്ല ഡ്രസ്സ്. എനിക്ക് കിട്ടിയതിനേക്കാൾ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എനിക്ക് ഇവളുടെ ഡ്രസ്സ് ഭയങ്കര ഭംഗിയുണ്ട്. ഇനി തച്ച് കിട്ടുമ്പോൾ അതുപോലെ നമ്മളെ റെഫറൻസിലുള്ളതുപോലെ കിട്ടിയാൽ മതി. അത് ഡിസംബർ 2nd വീക്ക് കിട്ടുമായിരിക്കും. ഭയങ്കര എക്സൈറ്റഡ്. ഞാൻ എക്സൈറ്റഡ്, ഇവൾ എക്സൈറ്റഡ്. അങ്ങനെ നമ്മളിപ്പോൾ ഓപ്പൺ ഹൗസിൽ ഫുഡ് കഴിക്കാൻ വന്നു. ഇനി ഫുഡ് കഴിച്ചിട്ട് സമയമുള്ള പോലെ ചെയ്യണം. കൊതിയുള്ള 1ാമത്തെ മുഖം, കൊതിയുള്ള 2ാമത്തെ മുഖം. ഇനി നമ്മൾ കഴിച്ചിട്ട് വരാം. ഇതായിരുന്നു അവളുടെ ഫൈനൽ ലുക്ക്. ഭയങ്കര രസമായിരുന്നു. സിമ്പിൾ ആൻഡ് എലഗൻ്റ്. ആ ഒരു ഹെയർ സ്റ്റൈലൊക്കെ കൂടെ വന്നപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, ബൈ.